ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വെയിറ്റ് കട്ട് സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ് തൽക്കാലത്തേക്ക്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ തമ്പനയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, കോണർ മെഗ്രെഗർ എന്താണ് ഈ രൂപത്തിൽ, കോണർ മെഗ്രെഗർ എന്താണ് ഈ കോലത്തിൽ? അതായത് അത് മറ്റൊന്നുമല്ല, അത് കോണർ മെഗ്രെഗർ ഫെദർ വെയ്റ്റിൽ കളിച്ചപ്പോഴുള്ള കോലമാണ്, ഫെദർ വെയ്റ്റിൽ കളിച്ചപ്പോഴുള്ള രൂപമാണ്. ഫെദർ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 145 പൗണ്ട്സ്, 145 പൗണ്ട്സ്. ആ രൂപമാണ് കോണർ മെഗ്രെഗറിന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 145 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 65.7 കിലോഗ്രാം, കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ 65.7 കിലോഗ്രാം വരും 145 പൗണ്ട്. അപ്പോൾ കോണർ മെഗ്രെഗർ ആ വെയിറ്റിൽ കളിച്ചപ്പോഴുള്ള ആ രൂപമാണ്, വെയിറ്റ് കുറച്ച് ആ രൂപത്തിലാണ് നിങ്ങളത് കാണുന്നത്. അതായത് അവസാനം ഹോസെ ആൾഡോന്റെ കൂടെയാണ് പുള്ളി കളിച്ചത്. അതിനകത്താണ് പുള്ളി ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലും ജയിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം കോണർ മെഗ്രെഗർ ലൈറ്റ് വെയിറ്റിലേക്ക് പോയി. ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 155 പൗണ്ട്. ഓക്കെ, അപ്പൊ 155 പൗണ്ട് എന്ന് പറയുമ്പോൾ 70.3 കിലോഗ്രാം, 70.3 കിലോഗ്രാംസ്. അതിലും കോണർ മെഗ്രെഗർ കളിച്ചിട്ടുണ്ട്, അതിലും ചാമ്പ്യൻ ആയിട്ടുണ്ട്. 2 വെയിറ്റ് കാറ്റഗറീസിലെ ചാമ്പ്യനാണ്. അതായത് UFC ഒന്ന് മുഖം കാണിക്കുക എന്ന് പറയുന്നത് തന്നെ വേറെ ലെവലാണ്. കാരണം ടോപ്പ് ലെവൽ, ലോകത്തിലെ തന്നെ ടോപ്പ് ലെവൽ അത്ലീറ്റ്സ് ആണ് അതിൽ കളിക്കുന്നത്. അപ്പൊ അതിൽ വന്ന് ചാമ്പ്യൻ ആവുക എന്ന് പറയുന്നത് നമ്മൾക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. അപ്പൊ അതിലും 2 വെയിറ്റ് കാറ്റഗറിയിൽ ചാമ്പ്യൻ ആവുക എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വപ്നതുല്യമാണ്, അവിശ്വസനീയമാണ്. അതുകൊണ്ടാണ് കോണർ മെഗ്രെഗർ ഈ ഒരു നിലയിലൊക്കെ എത്തിയത്. മിക്ക ആളുകളും, മിക്ക മനുഷ്യരും ലോകത്തിലുള്ള, ഇവിടെ മാത്രമല്ല ലോകത്തിലുള്ള കോണർ മെഗ്രെഗർ, ഇപ്പോഴത്തെ കോണർ മെഗ്രെഗറിനെ വെച്ചുകൊണ്ടാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2016, 17, 18 മുതൽ ജയിച്ചിട്ടേ ഇല്ല. അതായത് കോണർ മെഗ്രെഗർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഒരു ഫൈറ്റർ എന്ന നിലയിലല്ല, ഫൈറ്റർ, ബിസിനസ്മാൻ, മൂവി സ്റ്റാർ, എന്റർടൈനർ, എല്ലാ നിലയിലും സക്സസ് തെളിയിച്ചിരിക്കുകയാണ്. അത് ഇതുകൊണ്ടാണ് 2 വെയിറ്റ് കാറ്റഗറിയിൽ ചാമ്പ്യൻ ആയിരിക്കുകയാണ്. അത് UFC പോലെയുള്ള ടോപ്പ് ലെവൽ, മറ്റു കളികൾ പോലെ അല്ല ഉള്ളത്. ഫൈറ്റ് ബിസിനസ് ആണ്, ഭയങ്കര ടഫാണ്, നമ്മൾക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്താണ്, ഒരു ഫൈറ്റിന് മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫൈറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്ത് നോക്കൂ. നിങ്ങൾക്ക് അതിന്റെ ഒരാഴ്ച മുമ്പ് വരെ മുതൽ തന്നെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ വളരെ കൂളായിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്ത് 2 വെയിറ്റ് കാറ്റഗറിയിൽ ചാമ്പ്യൻ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോണർ മെഗ്രെഗറിന് ആംപിയർ അളക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് പോട്ടെ. അപ്പൊ അതിനുശേഷം ലൈറ്റ് വെയിറ്റിന് ശേഷം കോണർ മെഗ്രെഗർ വെൽട്ടർ വെയിറ്റിലും മുഖം കാണിച്ചിട്ടുണ്ട്. അതെത്രയാണ്? 170 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാമിൽ 77 കിലോഗ്രാം. അതാണ് നെയ്റ്റ് ഡിയാസ്, ഡൊണാൾഡ് സിറോൺ, ഇവരുടെ കൂടെ എല്ലാം കളിച്ചിട്ടുണ്ട്. അപ്പൊ 3 വെയിറ്റ് കാറ്റഗറിയിലായിട്ട് കോണർ മെഗ്രെഗർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണർ മെഗ്രെഗറിന്റെ വാക്ക് അറൌണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ? വാക്ക് അറൌണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, വെൽട്ടർ വെയിറ്റ് ആണ്. അതായത് പുള്ളിയുടെ വാക്ക് അറൌണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 77 കിലോഗ്രാം ആണ്. എന്താണ് ഈ വാക്ക് അറൌണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ വെയിറ്റ് കട്ട് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് പുള്ളിയുടെ വെയിറ്റ് എത്രയാണെന്നുള്ളത് അത് 77 കിലോഗ്രാം ആയിരുന്നു. അതാണ് പുള്ളിയുടെ നാച്ചുറൽ വെയിറ്റ്. അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടാണ് പുള്ളി ഫെദർ വെയിറ്റിൽ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വല്ലാതെ അങ്ങ് ജലാംശം ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുമായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് മുഖവും ശരീരവും ഒക്കെ അതുപോലെ ഇരുന്നത്. ആ സമയത്ത് പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമായിരുന്നു. അപ്പൊ പുള്ളി ഫോക്കസ്ഡ് ആയിരുന്നു, പക്ഷെ നമുക്ക് മുഖത്ത് കാണാൻ പറ്റും പുള്ളി എന്തോ ഒന്ന് പുള്ളിയിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ. അതായത് സംസാരത്തിലും ആ നോട്ടത്തിലും ഒക്കെ വല്ലാതെ ടയർഡായി ഫീൽ ചെയ്തിരുന്നു. അപ്പൊ ഇത് എന്താണ്, പലർക്കും അറിയാവുന്ന കാര്യമാണ്. കോണർ മെഗ്രെഗറിന് സ്വയം പുള്ളി തോൽവി സമ്മതിക്കില്ല.
കോണർ മെഗ്രഗറിന്റെ കോച്ചും ടീംമേറ്റ്സും എക്സ്പേർട്സും എല്ലാവരും തന്നെ പല സന്ദർഭങ്ങളിൽ ആ വെയിറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ കോണർ മെഗ്രഗർ നിയർ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. നിയർ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം ബോധം പോകുന്ന അവസ്ഥ. അപ്പൊ ഈ ബോധം പോകുന്നതിന്റെ പ്രശ്നമുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഈ ബോധം പോയി കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചെഴുന്നേറ്റ് വരും, ഇല്ലെങ്കിൽ മരണം സംഭവിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസെ ആൾഡോ ഫൈറ്റിന് ശേഷം ആ ടീം തീരുമാനിച്ചു, കോണർ മെഗ്രഗറിന്റെ ടീം തീരുമാനിച്ചു, ഇനിയും ഫെദർ വെയിറ്റിലേക്ക് ഒരിക്കലുമില്ല. ഒന്നെങ്കിൽ ലൈറ്റ് വെയിറ്റ് ഇല്ലെങ്കിൽ വെൽട്ടർ വെയിറ്റ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കോണർ മെഗ്രഗറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെയിറ്റ് കാറ്റഗറി വെൽട്ടർ വെയിറ്റ് തന്നെയാണ്. കാരണം അതാണ് അദ്ദേഹത്തിന്റെ നാച്ചുറൽ വോക്ക് അറൌണ്ട് വെയിറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഫെദർ വെയിറ്റിൽ പോയി കളിച്ച് ഇത്രയും വെയിറ്റ് കട്ട് ചെയ്ത്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള 77 കിലോഗ്രാമിൽ നിന്ന് കട്ട് ചെയ്ത് 65 പോയി കളിക്കണമെന്ന് എനിക്ക് അത്ര അത്ഭുതം തോന്നുന്നില്ല. കാരണം അത് കോണർ മെഗ്രഗർ ആയതുകൊണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ബിസിനസ്മാൻ സിനിമാ നടനായിട്ടുള്ള കോണർ മെഗ്രഗർ അല്ല ആ സമയത്തെ കോണർ മെഗ്രഗർ. അതായത് എല്ലാം ഫൈറ്റ് ലോകത്തിൽ എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് പുള്ളി എന്തും ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പുള്ളി 65 അല്ല, പുള്ളി ചിലപ്പോൾ 50-ലും കളിച്ചെന്നിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തത്. ആ ഫെദർ വെയിറ്റിൽ പുള്ളി എല്ലാരെയും തൂത്തുവാരി എന്നുള്ളതാണ്. അങ്ങനെയാണ് ചാമ്പ്യൻ ആവുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റിലും ചാമ്പ്യനായി. ഓക്കെ, അങ്ങനെ നേടാനുള്ള നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു കോണർ മെഗ്രഗറിനെ വെച്ചിട്ട് നമ്മൾ അളക്കാൻ പാടില്ല. അളക്കണമെങ്കിൽ കാശിന്റെ അടിസ്ഥാനത്തിൽ അളക്കണം, അല്ലാതെ ഫൈറ്റ് തോറ്റു ജയിച്ചു ഒന്നും വെച്ച് അളക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ കോണർ മെഗ്രഗറിന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല, കളിക്കേണ്ട ആവശ്യം തന്നെയില്ല. കാരണം ഇത്രയും ക്യാഷ് സമ്പാദിച്ച ഒരു വ്യക്തി പിന്നീട് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ചാൻഡലറിന്റെ കൂടെ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. ജിമ്മിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല. ശത കോടീശ്വരനാണ്, അല്ലെ അതുക്കും മേലെയാണ്, സിനിമാ നടനൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ കോലത്തിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഫൈൻ. അപ്പോൾ എന്താണ് ഈ വെയിറ്റ് കട്ട്, വൺസ് അഗൈൻ ഞാൻ പറയുന്നു, വെയിറ്റ് കട്ട് വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണ്. ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും വെയിറ്റ് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും അനുകരിക്കാൻ പാടില്ല. വളരെ ഗ്രാജുവൽ ആയിട്ട്, വളരെ സ്ലോ ആയിട്ട്, എക്സ്പേർട്സ് ഡോക്ടേഴ്സിന്റെ എല്ലാം മോണിറ്ററിംഗിലൂടെ മാത്രമേ നമ്മൾക്ക് പതുക്കെ വെയിറ്റ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇവര് ചെയ്യുന്ന പോലെ നമ്മൾ വെയിറ്റ് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ മൈ ഡിയർ ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക, നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ഗൈസ്.